ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിലാണ്. കെ സ്മാർട്ട് പദ്ധതി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. റിപ്പോർട്ടിലേക്ക് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ മുതൽ വസ്തുനികുതി ബിൽഡിംഗ് പെർമിറ്റ് വരെ ലഭിക്കാൻ ഓഫീസുകളിൽ ഇനി മുതൽ കയറിയിറങ്ങേണ്ട, എല്ലാം കെ സ്മാർട്ട് വഴി ലഭ്യമാകും. കെ സ്മാർട്ട് പദ്ധതി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചു. ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്ന പ്രയോഗം ഇനി ഉണ്ടാവില്ല എന്നതാണ്. ആർക്കും പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പൽ ഓഫീസിലോ കോർപ്പറേഷൻ ഓഫീസിലോ കയറിയിറങ്ങാതെ തന്നെ ഏത് തദ്ദേശ സ്ഥാപനത്തിൻ്റെയും സേവനം കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ലോകത്തെവിടെയിരുന്നും സ്വന്തമാക്കാം എന്നതാണ് കെ സ്മാർട്ടിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടം. ചുവപ്പ് നാട എന്നത് ഇല്ലാതാകാൻ പോവുകയാണ്. കെ സ്മാർട്ടിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഓരോ ആളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്ന വാശിയോടെ ഇരിക്കുന്ന ചില ദുർമുഖങ്ങൾ ഒരുപാട് ഓഫീസുകളിൽ കാലാകാലമായി ഉണ്ടായിരുന്നു. ആ ഒരു സംസ്കാരം മാറ്റിയെടുക്കുന്നതിനുള്ള തീവ്രമായ ശ്രമമാണ് സർക്കാർ നടത്തിയത്. ഒരു വിഭാഗം വളരെ കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയ വിഭാഗമായാൽ മതി. അവർക്ക് അവരുടേതായ കാര്യങ്ങളിലാണ് താല്പര്യം. തെറ്റായ രീതിയിൽ പലതും നടത്തുന്നതിനാണ് അത്തരം ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നത്. അത് അവസാനിപ്പിക്കുന്നതിനുള്ള വലിയ ശ്രമം നാട്ടിലാകെ നടത്താനാണ് സർക്കാർ തയ്യാറായത്. 2024 ജനുവരി 1 കെ സ്മാർട്ടിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 14 ജില്ലാ പഞ്ചായത്തുകളിൽ ഇത് വ്യാപിപ്പിക്കുകയാണ്. കെ സ്മാർട്ടിന്റെ സേവനങ്ങൾ AI സാങ്കേതിക വിദ്യ വഴി ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. മന്ത്രിമാരായ കെ രാജൻ, വി ശിവൻകുട്ടി, GR അനിൽ, മേയർ ആര്യ രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ തുടങ്ങിയ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.